നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന വളരെ വ്യത്യസ്തമായ മറ്റൊരാചാരം കണ്ടാലോ? പണ്ടുകാലങ്ങളിൽ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി തുലാമാസത്തിലെ കറുത്തവാവ് ദിവസം തൊട്ട് 3 ദിവസം വരെ പൊലിയന്ത്രം വിളി നടന്നിരുന്നു. ഇന്ന് നമുക്ക് കേരളത്തിൽ എവിടെയും ഈ ഒരു ചടങ്ങ് കാണാൻ സാധിക്കില്ല. അന്യം നിന്ന് പോയൊരു ചടങ്ങാണ്. ഞാൻ ഇന്ന് ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ. ഏഴിലം പാലയിൽ കമ്പ് നാട്ടി അതിൽ ചിരട്ടയിൽ തിരികൊളുത്തിയാണ് ഈ ഒരു ചടങ്ങ് നടത്താറ്. അരി കൊണ്ടോ അവല് കൊണ്ടോ ആണ് നമ്മൾ പൊലിയന്ത്രം വിളിക്കുന്നത്. പൊലിയന്ത്ര ഹരിയോ ഹരി എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. വീടുകളിൽ നമ്മൾ 3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് തുളസിത്തറയുടെ അവിടെ, മറ്റൊന്ന് നമുക്ക് വെള്ളം എവിടുന്നാണ് കിട്ടുന്നത് അവിടെ, മറ്റൊന്ന് നമ്മൾ കരക്ക, അതായത് പശുത്തൊഴുത്തിന്റെ അവിടെ. അമ്പലത്തിൽ നമ്മൾ 2 സ്ഥലത്തായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നേരത്തെ ഏഴിലം പാലയുടെ കൊമ്പ് കൊണ്ട് നമ്മൾ അമ്പലത്തിന്റെ അകത്ത് പൊലിയന്ത്രം വിളി നടത്തിയിരുന്നു. ഇത് നമ്മൾ പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നേരത്തെ ചെത്തിമിനുക്കി വെച്ച ഏഴിലം പാലയുടെ മരത്തിലാണ് നമ്മൾ തിരികൊളുത്താൻ പോകുന്നത്. വ്രതശുദ്ധിയോടുകൂടി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് ഏഴിലം പാലയെ വലം വെച്ചതിന് ശേഷമാണ് ഇതിന്റെ മുകളിൽ കയറി തിരികൊളുത്തുക. എങ്ങനെയാണ് കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ആചാരം കാസർഗോഡ് എത്തിയെന്നല്ലേ? ഇത് തുളുനാടൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് കാസർഗോഡ് ഇത് എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ. പുറത്ത് നമ്മൾ അരി കൊണ്ടാണ് കേട്ടോ പൊലിയന്ത്രം വിളിക്കുന്നത്. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി പൊലിയന്ത്രം വിളി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് തരുന്ന അവല് കൊണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരവരുടെ വീട്ടിൽ ചെന്ന് പൊലിയന്ത്രം വിളിക്കും. അങ്ങനെ എനിക്കും കിട്ടിയിട്ടോ കുറച്ച് അവല്. ഈ ചേട്ടൻ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒത്തിരി ഐതിഹ്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഐതിഹ്യം നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. വ്യത്യസ്തമായിട്ടുള്ള കാസർഗോഡൻ ആചാരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലമരത്തെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇവിടെ നാട്ടുന്ന രംഗമാണ് കേട്ടോ.